ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 1-2 കാര്യങ്ങൾ ഓർമ്മയിലുള്ളതൊന്ന് പറയാമോ? മെർമെയ്ഡ് ശില്പമുണ്ട്. അതെവിടെയാണ്? ശംഖുമുഖം. ശരി. അപ്പോൾ നമ്മൾ ഹൈവേ കാസ്റ്റലിലേക്ക് KL 46 ഒരു വാഹനം വന്നിട്ടുണ്ട്, ലോറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ള് മറ്റേ ലിക്വിഡ് ഐറ്റംസാണ്, ബിയർ അങ്ങനത്തെ എല്ലാം ഒരുപാട് ഐറ്റംസ് എന്താ. അപ്പോൾ ആ ഭാഗത്തിൽ ഇത് ഈ പോകുന്ന റോഡാണ് ഏത് ആനങ്കൂർ പഴയ റോഡ്. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ആയുർവേദിക് ഒരു ഹോസ്പിറ്റലുണ്ട്. അങ്ങോട്ട് ക്രോസ് ആക്കാൻ കിട്ടാൻ പ്രശ്നമായിപ്പോയി. ഇവിടെ വെച്ചില്ല. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ അനങ്കൂർ ആയുർവേദിക് ഹോസ്പിറ്റൽ. ശില്പങ്ങളൊന്നിവിടെ നിർമ്മിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ നിന്ന്. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് പിന്നെ പണി എനിക്കൊന്ന് കുറച്ചും കൂടി ഏതായാലും ഒരു 6 മാസത്തിലാണ് തീരുക. അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രായമുള്ളതാണ്. നമ്മൾ ആരോടൊന്ന് പോയി ചോദിക്കാം. ചേട്ടാ നമസ്തേ, സുഖം അല്ലേ? കുഴപ്പമില്ല. വീഡിയോ എടുക്കുമ്പോൾ ഇത് മോശം ആൾക്കാരെ മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് സാറിൻ്റെ പേരെന്ന് പറഞ്ഞ്? ആനായി കുഞ്ഞിരാമൻ. ആനായി കുഞ്ഞിരാമൻ. ആനായി കുഞ്ഞിരാമൻ അല്ലേ? എവിടെയാണ് സ്ഥലം? ഇരുന്നോട്ടെ. നിങ്ങൾക്ക് സ്ഥലം ചെറുവത്തൂരാണ്. ഏജ് എത്രയും? 89. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പിന്നെ ഈ ശില്പത്തിൻ്റെ ഇതിൻ്റെ ഒരു ബ്രെയിൻ മാസ്റ്ററായിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് അല്ലേ? അല്ലേ? നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 1-2 കാര്യങ്ങൾ ഓർമ്മയിലുള്ളതൊന്ന് പറയാമോ? മെർമെയ്ഡ് ശില്പമുണ്ട്. അതെവിടെയാണ്? ശംഖുമുഖം. ട്രിവാൻഡ്രം ജില്ലയാണോ? ശരി. ലോകത്തിലെ ഏറ്റവും വലിയ മെർമെയ്ഡാണ്. അത് നിങ്ങളാണ് അതിൻ്റെ നിർമ്മാതാവ് അല്ലേ? അല്ല, പിന്നീട് വേറെ പയ്യന്നൂരാ? അല്ല, അവിടെ തന്നെ ഉണ്ട്. വേളി. വേളി ഏത്? നമ്മുടെ ഈ കൊച്ചുവേളിയാണോ? കൊച്ചുവേളി ട്രിവാൻഡ്രം ജില്ലയിലെ കൊച്ചുവേളിയാണോ? ശരി. അതൊരു ടൂറിസ്റ്റ് സെൻ്റർ ആക്കി. ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ എറണാകുളത്തുണ്ട്. എറണാകുളം കോലപ്പെരുമാൾ എന്ന് പറഞ്ഞിട്ട്. എറണാകുളത്ത് എന്താണ്? ഗിരിനഗറിൽ കോലപ്പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ശില്പം. ശരി. അത് GCDയുടെ മുമ്പിൽ വലിയ ശില്പമാണ്. പിന്നെ നിങ്ങളെ പിന്നെ കൂടെ ഇപ്പോൾ ഉള്ള ഇത് മാം നിങ്ങളെ വൈഫാണല്ലേ? ഇവള് വൈഫാണ്.
നിങ്ങൾക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടോ? അല്ല കുറച്ച് ഒന്ന് ഇതിനെക്കുറിച്ച് കുറച്ച് ഇയാളത് ശബ്ദം കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇനി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഞാൻ നിങ്ങളെ വീഡിയോസ് എടുക്കുന്നില്ല, ഞാൻ ഇദ്ദേഹത്തിന് മാത്രം പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ പയ്യന്നൂർ ഏത് ഭാഗത്ത്, പിന്നെ നമ്മളെ ഈ ഭാഗത്ത് കാസർഗോഡ് ജില്ലയിൽ ചെയ്തിട്ടുണ്ട് ശില്പം ഇതെല്ലാണ്ട്? കണ്ണൂരുണ്ട് പയ്യാമ്പലം. കണ്ണൂർ പയ്യാമ്പലത്തും ബീച്ചിൽ ആടെ എന്ത് ശില്പമാണ് ചെയ്തിട്ടുള്ളത്? അവിടെ കുറേ ശില്പമുണ്ട്. ആ അല്ല ലാൻഡ്സ്കേപ്പിംഗ്. ശരി. അപ്പോൾ ഒരുപാട് ശില്പം കാര്യങ്ങളായിട്ട് സംബന്ധിച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ മാം എന്ത് ചെയ്യുന്നുണ്ട്? അതെ. അല്ല അങ്ങ് ഇത് ചെയ്യുമ്പോൾ കൂടെ പോകാറുണ്ടോ? കൂടെ ഒന്നിച്ചിട്ട് പോകും. പിന്നെ ഒരുപാട് സ്റ്റാച്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒരു ഇൻഫർമേഷൻ തന്നതിന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. കാനായി കുഞ്ഞിരാമൻ, KANAYI. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാനായി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ നമ്മളെ യൂട്യൂബിൽ സെർച്ച് ബാറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരുപാടല്ലേ ശില്പം ചെയ്തിട്ടുള്ള ഒരുപാട് ആ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വന്നതിനുണ്ട് ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ യെസ്, അദ്ദേഹം ഫൈൻ ആർട്സ് കോളേജ് പ്രൊഫസറായിരുന്നു. റിട്ടയർഡ് പ്രിൻസിപ്പൽ കോളേജ് ഓഫ് കൊമേഴ്സ്. അത് ശരി. ഇപ്പോൾ എയർപോർട്ട് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ ഒരുപാട് ഉണ്ടോ? ഒരു മാസം കൊണ്ട് തീരുമല്ലോ. ഇപ്പം ഇപ്പോൾ ഈ ശില്പം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ മറ്റേ എൻഡോസൾഫാൻ്റെ ഇതായിട്ട് ഇതല്ല അതിൻ്റെ അപ്പുറത്തുള്ളത്. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളായിട്ട് അല്ലേ? ശരി, ഞാൻ പോയിക്കോട്ടെ.